ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്വർണാസ് കുക്കറി വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 5 ആണ് കേട്ടോ വെയിറ്റ് ലോസിൻ്റെ. നമുക്ക് രാവിലെ തന്നെ ഞാൻ വെയിറ്റ് നോക്കി, ടെൻഷൻ അടിച്ചാണ് നോക്കിയത് വെയിറ്റ് കൂടിയോ ഇല്ലയോ ഇന്നലത്തെ കാട്ടിലൊന്നൊക്കെ അറിയാനായിട്ട്. വെയിറ്റ് നോക്കിയപ്പോൾ അത് അത്ഭുതകരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം 400 ഗ്രാം കുറച്ച്. ഞാൻ ഒട്ടും കരുതിയിട്ട് ഇത്രയും പെട്ടെന്ന് കുറയുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് എന്താണെന്നറിയില്ല, ചിലപ്പോൾ ഈ പീരീഡ്സിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആവുന്നതായിരിക്കും. അതുവേണ്ടി തന്നെ ഇറങ്ങി ഓഫീസിലോട്ട് പോകാനായിട്ട്. ഇന്ന് ഒറ്റയ്ക്ക് പോകേണ്ട, ഫസ്റ്റ് ഇങ്ങനെ പോകേണ്ടതുകൊണ്ട് നല്ലൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ ഇറങ്ങിയപ്പോൾ ഭയങ്കര തണുപ്പാണ് കേട്ടോ, ഭയങ്കര കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഡിസംബർ ആയി തുടങ്ങിയപ്പോൾ തന്നെ നല്ല തണുപ്പായി. അതുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ഈ സമയത്ത് ഇറങ്ങി ഇതുവരെ നടന്നിട്ടില്ലാത്തതുകൊണ്ടായിരിക്കണം, ഭയങ്കര തണുപ്പും കാറ്റുമാണ്. ഞാൻ കരുതി നിങ്ങൾക്ക് ചുമ്മാ ഈ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന്. ഇതിനപ്പുറത്തൊരു കായൽ പോലൊരു സംഭവം ഉണ്ട് കേട്ടോ. കായൽ എന്താണെന്നറിയില്ല, അവിടെ ഒരു സംഭവമുണ്ട്. അവിടെ ഈ ഫിഷിംഗ് ഒക്കെ ആൾക്കാർ ബോട്ടിടുന്ന സ്ഥലമാണ്. പിന്നെ നമുക്ക് അവിടെ തന്നെ ഒരു മോളുണ്ട്, അവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ കിട്ടും കേട്ടോ. നമ്മുടെ നാട്ടിലെ മറ്റേ വരാലും ഇതൊക്കെ വരെ ഞങ്ങൾ അവിടെ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബസ്സിൽ കയറിയിരുന്നു. നല്ല ടെൻഷനുണ്ട്. ഹസ്ബൻഡ് വിട്ടിട്ടങ്ങ് പോയപ്പോൾ ഭയങ്കര ഒരു പേടിയെല്ലാം. തന്നെ പോകണമല്ലോ, ലൊക്കേഷൻ അറിയാമോ. ഞാൻ ആക്ച്വലി ഇതെടുത്തു, സിം എടുത്തു, എങ്കിൽ കൂടെ ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ ലൊക്കേഷൻ നോക്കിയാണ് ഞാൻ പോയി ബസ് ഇറങ്ങിയത്. ഫോൺ താത്ത് വെച്ചിട്ടില്ല. പിന്നെ ഓഫീസിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു കേട്ടോ. ഞാൻ ഇന്ന് കഴിച്ചത് ഏത്തപ്പഴവും മുട്ട പുഴുങ്ങിയതാണ്. പിന്നെ ഉച്ചയ്ക്ക് റൈസും സോയാബീനും പിന്നെ ക്യാരറ്റും കുക്കുംബർ സലാഡും പിന്നെ കേടും ഇതായിരുന്നു കേട്ടോ ലഞ്ചും. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് അവിടെ നിന്ന് ഇറങ്ങി ക്യാബിൽ നിന്ന് വിട്ട് കഴിഞ്ഞപ്പോൾ ബസ് നോക്കി കുറേ നേരം ഇരുന്നു. 6 ബസ്സിൻ്റെ ബസ് ജസ്റ്റ് മിസ്സായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ബസ് വന്നപ്പോൾ വന്നു ഞാൻ. സ്കൂൾ വിട്ട് വരുന്ന പിള്ളേർ അമ്മയെ കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് സംഭവമൊക്കെയായിരുന്നു എനിക്ക് ഹസ്ബൻഡിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉള്ളത്. എന്തോ കുറേ നാൾക്ക് ശേഷം കണ്ട ഫീലിംഗ് ഒക്കെ വരുമായിരുന്നു നമ്മൾ. കാരണം 8 മണി തൊട്ട് ഒരു ലാസ്റ്റ് അവിടെ 8 മണി ഏകദേശം 6 മണി തൊട്ട് 8 മണി വരെ നല്ലൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ. അത്രയും അപ്പോഴത്തേക്കും വന്നപ്പോൾ എനിക്ക് ബ്രെഡും അതിനകത്തൊരു മുട്ട വെച്ചിട്ടും പിന്നെ ചിക്കനും, ഇന്നലത്തെ ചിക്കൻ ഉണ്ടായിരുന്നല്ലോ, ചിക്കനും ജ്യൂസും ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് താഴോട്ട് പോയി. എനിക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കണം, ഐസ്ക്രീം കഴിക്കാൻ ഫീലാവുമെന്ന് പറഞ്ഞിട്ട് 2 ഐസ്ക്രീമും കുറച്ച് ചോക്ലേറ്റ്സൊക്കെ ഞാൻ മേടിച്ച് വെച്ചു. പക്ഷേ വാങ്ങിച്ച് വന്നപ്പോഴത്തേക്ക് ആ ഫീൽ മൊത്തം പോയി. പിന്നെ ഞാൻ അടുത്ത് മാറ്റി വെച്ചു. ഇനി ഇൻ കേസ് പീരീഡ്സ് ഡേറ്റ് ആവട്ടെ, ആ സമയത്ത് കഴിക്കാം, എന്തെങ്കിലും ഇച്ചിരി കഴിക്കാം എന്നുള്ള രീതിയിലായി. അറിയില്ല, എനിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ കഴിക്കും. ബിക്കോസ് ഭയങ്കരമായിട്ട് നമുക്ക് ആ ക്രേവിങ്സ് വരുന്ന ടൈമാണിപ്പം. അപ്പം ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്താണ് നിൽക്കുന്നത്. എന്തായാലും ഞാൻ ഒത്തിരി എന്നെ തന്നെ കഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഹായ് ഗായ്സ്, അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ആക്ച്വലി ഇന്ന് ഞാൻ ടൈമിങ്ങിനൊക്കെ കഴിച്ചു കേട്ടോ. അത്യാവശ്യം രാവിലെ 8 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഓഫീസിൽ ചെന്ന് 8 മണിക്കാണ്. ആ ടൈമിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും, ഒരു 10 മിനിറ്റ്സ് എടുത്ത് കഴിക്കാം. അപ്പം 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, 12:30 ആയപ്പോൾ ലഞ്ച് കഴിച്ചു. പിന്നെ 8 മണി കഴിഞ്ഞ് ഒരു 8:30 മുമ്പായിട്ട് എന്തായാലും ഡിന്നറും കഴിച്ചു കഴിഞ്ഞു. അപ്പം ശരി, ഓക്കെ. പക്ഷെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നില്ല എന്ന് വെച്ചാലും കുഴപ്പമില്ല. നമ്മൾ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് പതിയെ വെയിറ്റ് ലോസ് ചെയ്താൽ മതി. അല്ലാതെ പെട്ടെന്നൊരു വെയിറ്റ് ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും സസ്റ്റൈനബിളായിട്ട് നിൽക്കത്തില്ല. അപ്പോൾ നമ്മൾ പതിയെ ആണെങ്കിലും ഈ ആമ എഴുതുന്ന പോലെ എഴുന്നാലും നമ്മൾ ഉദ്ദേശിച്ച ഗോളിലെത്തുക എന്നുള്ള മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും പല സിറ്റുവേഷൻസ് ആയിരിക്കും നമുക്കുണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിൽ കണക്കാക്കി അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത്, പക്ഷെ നമ്മളെ തന്നെ ഇഷ്ടപ്പെടുന്ന രീതിയിലാക്കിയെടുക്കാൻ നമ്മൾ തന്നെ ട്രൈ ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.